നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലമ്പലത്തില് ശക്തനാഥ സ്വാമി ക്ഷേത്രത്തിലാണ്. അവിടെ ശ്രീരാമദീപം അയോധ്യയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ കുറിച്ച് നമുക്ക് ഈ ചേച്ചിമാര് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്ക് അവരോട് തന്നെ നമുക്ക് ചോദിക്കാം. വിശ്വവിഷ്ണു പ്രതിഷ്ഠാന ആധ്യാത്മിക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദുരിതാശ്രമ ചിദാനന്ദപുരിയുടെ കീഴില് അയോധ്യ ക്ഷേത്ര ഭക്തമണ്ഡലിയും 150 അമ്മമാരുടെയും ഒരു സ്നേഹമാണ് ഇന്ന് നിങ്ങളിവിടെ ദർശിക്കുന്ന അയോധ്യയിലെ ശ്രീരാമജ്യോതി കെടാവിളക്കായിട്ട് ഈ മാസം മുഴുവനും രാമായണ മാസത്തിന്റെ പ്രാധാന്യം അനുസരിച്ച് നാലമ്പല ദർശനം നടത്തിയെത്തുന്ന എല്ലാവർക്കായിട്ട് അയോധ്യ രാമനെ ആത്മാരാമനെ കണ്ടു തൊഴാനും ആ പാദങ്ങളിൽ തൊട്ടു വന്ദിക്കാനുമായിട്ട് ഭാരതകുണ്ടില് ഭരതൻ പൂജിച്ച അതേ സ്ഥലത്ത് പൂജിച്ച പാദുകങ്ങള് ഭഗവാന്റെ പാദങ്ങളിൽ നമ്മൾ നമസ്കരിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി സർവ്വതും ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി 4 കുമാരന്മാരെ കണ്ട് ആ കുമാരന്മാരുടെ സ്നേഹം, നമ്മുടെ സാഹോദര്യം, മക്കൾക്ക് അമ്മമാരോടും അച്ഛനമാരോടുള്ള ആ കർത്തവ്യം ബോധം എന്താണെന്ന് മനസ്സിലാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഈ ശ്രീരാമ ദീപപ്രയാണം. ഇത് നമ്മുടെ എല്ലാ ജില്ലകളിലും ഇപ്പോൾ ഇതിന്റെ തേര് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്താണിത് ശരിക്കും തേര് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ നാലമ്പല ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും ഞങ്ങളുടെ ഈ ശ്രീരാമദീപ പ്രയാണത്തിൽ പങ്കുചേരാനും അതുപോലെ 4 അമ്പലം ഈ തേരെത്തി 4 അമ്പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസം തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ പൂജകൾ നടത്തി അതിനുശേഷം മൂഴിക്കുളം, പിന്നെ ഭരതൻ, പിന്നെ ഇവിടെ ശത്രുസ്വാമിയുടെ അരികിൽ ആരതിയോട് കൂടിയിട്ട് വന്നിരിക്കുന്ന ദീപാനത്. എല്ലാവർക്കും ഭഗവാനെ കണ്ട് ആ പാദങ്ങളിൽ സർവ്വതും സമർപ്പിക്കാം എന്ന വിശ്വാസത്തോടു കൂടി. അതുപോലെ തന്നെ കാശി വിശ്വനാഥന്റെ വിഭൂതിയും പഞ്ചമുഖ രുദ്രാക്ഷവും ഇവിടെ നൽകുന്നുണ്ട്. ആ പഞ്ചമുഖ രുദ്രാക്ഷം നമ്മുടെ വീടുകളിൽ ഹിന്ദു കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണത്. അതെല്ലാ കുടുംബങ്ങളും സൂക്ഷിക്കുക എന്നുള്ള പ്രാധാന്യത്തോടു കൂടിയിട്ടാണ്. നല്ല വിലയുള്ള സാധനമാണെങ്കിൽ പോലും നമ്മളതെല്ലാവർക്കും സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് ഈ ശ്രീരാമജ്യോതി ദർശനത്തിലെത്തുന്ന ഭക്തന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് വിശ്വവിഷ്ണു പ്രതിഷ്ഠാന്റെ ആചാര്യനായ ശ്രീ ദിലീപ്ജിയാണ്. അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ